ഹായ് എവരി വൺ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വസ്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ വിലയിരുത്താം? അനുസരണമോ അനുസരണക്കേടോ? ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ സിറ്റുവേഷൻ എഴുതുക. ഡിപ്പെൻസ് ഓൺ, എപ്പോഴും പറയുന്നത് പോലെ ഡിപ്പെൻസ് ഓൺ ദ മാർക്ക്. സാഹചര്യം എന്തായിരുന്നു? വിരുന്നിലേക്ക് രാജാവ് ക്ഷണിക്കുന്നതും വസ്തിയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം മനുഷ്യനെയും ദൈവത്തെയും അനുസരിക്കാനുള്ള ഉത്തരവാദിത്തം വ്യത്യസ്തമാണ്. വസ്തി തൻ്റെ ഭർത്താവായ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. ലോകപരമായി നോക്കുമ്പോൾ അത് അനുസരണക്കേടായി തോന്നാം. എന്നാൽ മോറലി, നൈതികമായി, ആത്മീകമായി അത് വസ്തിയുടെ പ്രവൃത്തി മാന്യതയുടെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. മാന്യതയും ദൈവഭയവും. രാജാവിൻ്റെ കൽപ്പന അനീതിയായിരുന്നു. സ്ത്രീയെ ഒരു വസ്തുവായി പ്രദർശിപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. വസ്തി അത് നിരസിച്ചു. തൻ്റെ മാന്യതയും സ്ത്രീ സമാധാനവും സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇത് ദൈവഭയമുള്ള, ധൈര്യമുള്ള ഒരു നിലപാടായിരുന്നു. ദൈവം അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഉയർത്തി. വസ്തി പുറത്താക്കപ്പെട്ടെങ്കിലും ദൈവം അതിലൂടെ എസ്തേറിനെ ഉയർത്തി തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു പദ്ധതി ഒരുക്കി. അതിനാൽ വസ്തിയുടെ നിരസിക്കൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബൈബിൾ റെഫറൻസുകൾ: അപ്പോസ്തല പ്രവൃത്തി 5:29, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. വസ്തി രാജാവിനെ അനുസരിക്കാതെ ദൈവനീതിയെ അനുസരിച്ചു. അവളുടെ നിരസിക്കൽ ദൈവഭയത്തിൽ നിന്നുള്ളതായിരുന്നു. സദൃശവാക്യം 31:25-26, ശക്തിയും മാന്യതയും അവളുടെ വസ്ത്രങ്ങളാകുന്നു. അവൾ ജ്ഞാനത്തോടെ സംസാരിക്കുന്നു. വസ്തിയുടെ നിലപാട് ഈ സദൃശവാക്യത്തിലെ ധീരതയും മാന്യതയുമുള്ള സ്ത്രീ എന്ന മാതൃകയോട് പൊരുത്തപ്പെടുന്നു. ദാനിയേൽ 3:16-18, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അന്യദേവനെ ആരാധിക്കാതെ രാജാവിൻ്റെ അനീതിയോട് വഴങ്ങി നിന്നില്ല. അവർ പറയുന്നത് പോലെ വസ്തിയും പറഞ്ഞു, ഞങ്ങളത് ചെയ്യുകയില്ല. 1 പത്രോസ് 3:1-2 ഭാര്യമാർ ഭർത്താക്കന്മാരോട് അനുസരണയോടെ പെരുമാറണമെന്നുള്ളത് പറയുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ നീതിക്കെതിരായ കാര്യങ്ങളിൽ ബാധകമല്ല. അനുസരണം ധാർമ്മികതയ്ക്കുള്ള പരിധിക്കുള്ളിൽ മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. അനുസരണം ദൈവത്തിന് പ്രസാദകരമാണ്. പക്ഷേ ദൈവനിയമം ലംഘിക്കുന്ന അനുസരണം ദൈവത്തിന് പ്രസാദമല്ല. വസ്തിയുടെ നിലപാട് മനുഷ്യമാന്യതയെ സംരക്ഷിച്ച ധൈര്യമായ വിശ്വാസ നടപ്പായിരുന്നു. ദൈവം മനുഷ്യരുടെ അനീതികളിലൂടെ പോലും തൻ്റെ ദൈവിക പദ്ധതികൾ നടപ്പാക്കുന്നു. റോമർ 8:28. വസ്തിയുടെ പെരുമാറ്റം പുറത്തുനിന്ന് നോക്കുമ്പോൾ അനുസരണക്കേടായി തോന്നിയാലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ധാർമ്മികമായ അനുസരണമായിരുന്നു. അവൾ അനീതിയെയും അപമാനത്തെ എതിർത്തു. മാന്യതയും ആത്മാഭിമാനവും സംരക്ഷിച്ചു. അവളുടെ തീരുമാനം ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി വഴിയൊരുക്കി. എസ്തർ രാജ്ഞിയായി ഉയർന്നതും യഹൂദ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടതും അതിൻ്റെ ഫലമായിരുന്നു. ദൈവനീതിയോടുള്ള ആത്മാർത്ഥ അനുസരണമായിരുന്നു അവളുടെ ധൈര്യവും ആത്മാഭിമാനവും. ഇന്നും ദൈവഭക്തരായ സ്ത്രീകൾക്ക് മാതൃകയാണ്. മാന്യതയിൽ ഉറച്ച സ്ത്രീകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവത്തെ അനുസരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 5:29, ദൈവനീതിയാണ് പ്രധാനം. ധീരയായ സ്ത്രീ സദൃശവാക്യം 31:25-26, അനീതിയോടുള്ള എതിർപ്പ് ദാനിയേൽ 3:16-15, അനുസരണം പരിധിയുള്ളത് 1 പത്രോസ് 3:1-2, ദൈവത്തിൻ്റെ ഉദ്ദേശം റോമർ 8:28. താങ്ക് യു ഫോർ വാച്ചിങ്.